കരുവന്നൂർ ഒരു വലിയ അന്വേഷണ വിഷയമായിട്ട് മാറിയിരിക്കുക. അവരുടെ അക്കൗണ്ടുകൾ തൃശ്ശൂരിലെ ബാങ്കുകളിലെ അക്കൗണ്ടുകൾ ഇൻകം ടാക്സുകാർ മരവിപ്പിച്ചു. ഇതിപ്പോ CPM-കാര് കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചതുമായി ചേർത്ത് കെട്ടുകയാണ്. രണ്ടാ കേട്ടോ. മറ്റേത് ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട എന്തോ പ്രശ്നത്തിന്റെ പേരിലാണ് അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ മന്ദീഭവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സ്തംഭിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതല്ല. കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്ന കൊള്ളയെപ്പറ്റി ആരും മറന്നിട്ടില്ല സർ. കോടാനുകോടി രൂപ അവിടെ നിക്ഷേപിച്ച ആളുകൾക്ക് കൊടുക്കാനുണ്ട്. അതൊക്കെ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് എത്ര പേർക്ക് കൊടുത്തു? ഇപ്പൊ ഈ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ കരുവന്നൂർ ബാങ്കിൽ നിന്ന് CPM-കാർ അടിച്ചു മാറ്റിയ പണം അവരെ നിക്ഷേപിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ സൂക്ഷിച്ചിരിക്കുന്നത് ഈ അക്കൗണ്ടിലാണ് എന്നുള്ള ധാരണയിലാണ്. അല്ലാതെ കോൺഗ്രസിന്റെ അക്കൗണ്ട് മരവിപ്പിക്കലുമായിട്ട് ഇതിന് ബന്ധമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞിട്ട് കാര്യവുമില്ല. ഇതിന്നൊരു വലിയ ചർച്ചാ വിഷയമായിട്ട് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുക, ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായിട്ട്. വാസ്തവത്തിൽ കരുവന്നൂരിൽ നടന്നത് സംഘടിതമായ ഒരു ലൂട്ടിങ്ങാ, കൊള്ളയാ. അതിന്റെ വിശദാംശങ്ങളാണ് പിന്നീട് പുറത്തു വന്നത്. ഇപ്പോൾ CPM-ന്റെ ജില്ലാ സെക്രട്ടറി MM വർഗീസും അല്ലെങ്കിൽ പഴയ മന്ത്രി മൊയ്തീനുമൊക്കെ അരവിന്ദ് കെജ്രിവാളുമാരാവാൻ ശ്രമിച്ചിട്ട് ഒരു കാര്യവുമില്ല. അരവിന്ദ് കെജ്രിവാളിന്റെ കേസ് വേറെ, ഈ കേസ് വേറെ. അത് മനസ്സിലാക്കണം. ഇപ്പൊ തന്നെ എക്സാലോജിക്ക് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. മുഖ്യമന്ത്രിയുടെ മകളാണ് ആ കേസിൽ അന്വേഷണത്തിന് വിധേയമായിരിക്കുന്നത് അല്ലെങ്കിൽ വിധേയായിരിക്കുന്നത്. എന്തായിരുന്നു കേസ്? അതും കെജ്രിവാളിനെതിരായ കേസും തമ്മിൽ എന്താണ് ബന്ധം? ഇവിടെ ഒരു കരിമണൽ വ്യവസായ സ്ഥാപനത്തിന് ചെയ്തിട്ടില്ലാത്ത സർവീസിന് പണം വാങ്ങിയും തെളിഞ്ഞിരിക്കുകയാണ്. രേഖാമൂലം തെളിഞ്ഞിരിക്കുകയാണത്. അത് ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണത്തിൽ തെളിഞ്ഞ കാര്യമാണ്. ഒരു സർവീസും കൊടുത്തിട്ടില്ല. ഇതുപോലൊരു കരിമണൽ കച്ചവടമൊക്കെ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാരിന്റെ പ്രൊട്ടക്ഷൻ വേണം. അതിന് സർക്കാരിന്റെ പ്രൊട്ടക്ഷൻ ലഭ്യമാക്കിയതിനു വേണ്ടിയുള്ള പ്രതിഫലമാണ് 1-ാം നമ്പർ ക്ലിയർ അഴിമതിയാണ്. മറ്റത് ഡൽഹിയിലെ മദ്യനയവുമായി ബന്ധപ്പെട്ട് ഇതിൽ മാപ്പുസാക്ഷിയാക്കപ്പെട്ട ഒരാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അത് മാത്രം തെളിവാക്കി എടുത്തുകൊണ്ട് നടത്തിയ ഒരു അറസ്റ്റായിരുന്ന അരവിന്ദ് കെജ്രിവാളിൻ്റെത്. ഈ കരുവന്നൂരിലെ കൊള്ളയോ അല്ലെങ്കിൽ അവിടെ തൃശ്ശൂരിലെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതോ എക്സാലോജിക്കിനെതിരെയുള്ള കേസൊന്നും ഇതുമായിട്ട് കൂട്ടിക്കെട്ടേണ്ട കാര്യമില്ല. ഇപ്പോൾ സീതാറാം യെച്ചൂരി പോലും പറഞ്ഞിരിക്കുന്നത് തൃശ്ശൂരിൽ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചത്, CPM അക്കൗണ്ടുകൾ മരവിപ്പിച്ചത് വലിയ രാഷ്ട്രീയ പകപോക്കലാണെന്നാണ്. സർ, ഇത് നാട്ടുകാരുടെ കാശ്, ഒരു അധ്വാനിച്ചുണ്ടാക്കിയ കാശാ. പാടത്ത് പണിയെടുത്തും തെങ്ങ് ചെത്തിയൊക്കെ ഉണ്ടാക്കിയ പൈസ കൊണ്ട് നിക്ഷേപിച്ചതാ. അത് അടിച്ചുകൊണ്ട് പോയതാ. അതിന്റെ അന്വേഷണമാണ് ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത്. ഈ പാനൂരിലെ ബോബഗസിൽപ്പെട്ടവരെ CPM-കാരല്ലെന്ന് അടുത്ത നിമിഷം തള്ളിപ്പറയുന്നതിന് പാർട്ടിക്ക് യാതൊരു മടിയും ഉണ്ടായില്ല. പക്ഷെ ഈ എക്സാലോജിക്കിന്റെ ഒന്നും കാര്യത്തിൽ അതുണ്ടായിട്ടില്ലല്ലോ എന്ന് നമുക്ക് ആശ്വസിക്കാം. അത്രയും സത്യസന്ധത അവിടെ ഉണ്ടായി. ഈ തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ ഇതെല്ലാം വളരെ വ്യക്തമായ ചർച്ചാ വിഷയങ്ങളായിട്ട് നിൽക്കുകയാണ്. ഈ സർക്കാരിന്റെ മുമ്പിൽ LDF-ന് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കാൻ പറ്റിയ രാഷ്ട്രീയ വിഷയങ്ങളൊന്നുമില്ല. പൗരത്വ നിയമ ഭേദഗതി എന്നുള്ളൊരൊറ്റ കാര്യത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് ഈ പ്രചാരണം മുഴുവൻ നടക്കുന്നത്. അത് മുസ്ലിം ന്യൂനപക്ഷം ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. CPM-ന്റെ 2-3 MP-മാര് ലോക്സഭയിൽ പോയിട്ട് ഒരു കാര്യമില്ല എന്ന് അവർക്കറിയാം. പക്ഷെ ഇപ്പോഴും അതിനപ്പുറത്തേക്ക് സർക്കാരിന്റെ നേട്ടങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറയാനോ വോട്ട് ചോദിക്കാനോ സാധിക്കുന്നില്ല. ഞാനൊരു കാര്യം പറയാം. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന സർക്കാരിന്റെ, അതിനെ നയിക്കുന്ന പാർട്ടിയുടെ ധാർഷ്ട്യവും അഹങ്കാരവും വിധി നിശ്ചയിക്കുന്ന ഒരു പ്രധാന ഘടകമായിരിക്കും.